ഇപ്പോൾ കൂരിയാട് മാത്രമല്ല പല മേഖലകളിലും മഴ ശക്തമാവുന്നതോടെ സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. 24-ാം തീയതി വരെ കനത്ത മഴ ലഭിക്കുമെന്നും 24-ന് മൺസൂൺ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി, ഒപ്പം KV ബൈജുവും MS അനീഷ് കുമാറും കൂടി ചേരുന്നുണ്ട്. ആദ്യം ഷംനയിലേക്ക്. ഷംന, ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മെയ് അവസാന വാരം തന്നെ, പ്രത്യേകിച്ച് 24-നൊക്കെ കാലവർഷം എത്തുന്നത്. ഈ അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല. കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്, വേനൽ മഴ. ഈ കാലവർഷത്തെക്കുറിച്ച് പ്രവചനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ആദ്യമായാണ് മൺസൂൺ മഴക്കാലം ഇത്ര നേരത്തെ എത്തുന്നത്. മെയ് 24-ന് തന്നെ ഇത്തവണ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുവരെ 24-ാം തീയതി വരെ കനത്ത മഴയായിരിക്കും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ്. ഇന്നലെ ഈ ജില്ലകൾക്കൊക്കെ ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 24-ാം തീയതി വരെ വടക്കൻ കേരളത്തിൽ എന്തായാലും അതിശക്തമായ മഴയുണ്ടാകും. ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ഒരു പുതിയ ന്യൂനമർദ്ദമാണ് ഈ മഴ ഇങ്ങനെ കനക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ ഇനി 24-ന് മഴ എത്തിയാലും സാധാരണ മഴക്കാലത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. അതിന് കാരണം ഈ അറബിക്കടലിലും ഒപ്പം ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി തന്നെ മഴക്കാലത്തിന് പുറമെ ഈ ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന ഒരു മഴ കൂടി ഉണ്ടാകും. അങ്ങനെ ഇത്തവണ കൂടുതൽ മഴ ലഭിക്കും, നേരത്തെ മഴ ഉണ്ടാകും എന്നൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും നാളെ മഴ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. നേരിയ മഴയായിരിക്കും ഉണ്ടാവുക. റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ നേരിയ മഴയെ ഉണ്ടാകൂ എന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ വീണ്ടും 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതിയോടുകൂടി വീണ്ടും സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ടാകും. അത് ശക്തമായി തന്നെ മഴയുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് കാരണം ഈ രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ന്യൂനമർദ്ദം അത് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മഴ വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. എന്തായാലും 24-ാം തീയതിയോടുകൂടി വീണ്ടും മഴക്കാലം എത്തും. അങ്ങനെ ഇനി ഒരു മഴക്കാലമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ വരും എന്ന മുന്നറിയിപ്പുണ്ട്. KV ബൈജുവും MS അനീഷ് കുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്നിപ്പോ കനത്ത മഴ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എന്നാണ് പറയുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് നിലവിലെ സ്ഥിതി എന്താണ് ബൈജു? ശ്രീജ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇരുണ്ട് കൂടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഏറ്റവും പ്രധാനം, ദേശീയപാതയിൽ പലയിടങ്ങളിലും അപകട സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതായത് കണ്ടിജൻസി പ്ലാൻ തയ്യാറാക്കാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും 3 ഇടങ്ങളിലാണ് അപകട സാധ്യതയുള്ളത്. അതായത് മട്ട്ലായി, നമുക്കറിയാം മട്ട്ലായി കുന്നിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു. ആ പ്രദേശം, ഒപ്പം വീരമലക്കുന്ന്, മറ്റൊരു സ്ഥലം ചെങ്കളയാണ്. ഈ 3 സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ദേശീയപാത നിർമ്മാണവുമായി നടക്കുന്ന പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഏതായാലും നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇന്നലെ കല്യാൺ റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അത് ആ പ്രദേശത്ത് ഇപ്പോഴും വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. റോഡ് നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിലയിരുത്താൻ. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആരെയും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ ഉണ്ടാകും. തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്രീജ, ശരി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്ന്
ഓറഞ്ച് അലർട്ടാണുള്ളത്. കോഴിക്കോട് നിന്ന് അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? മലയോര മേഖലകളിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് തീരപ്രദേശത്തും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴ തുടരുകയാണോ? കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കനത്ത രീതിയിൽ മഴ പെയ്തെങ്കിലും ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി മുതൽ കാര്യമായ മഴ ജില്ലയുടെ പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും പെയ്തിട്ടില്ല. പ്രത്യേകിച്ചും നഗര കേന്ദ്രങ്ങളിൽ നിന്നും പൂർണ്ണമായും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ ഇടവിട്ട മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ പെയ്ത രീതിയിലുള്ള അതിതീവ്ര മഴ ഇപ്പോൾ ഒരു തീവ്രമാണ് ലഭിക്കുന്നത്. ഒപ്പം തീരപ്രദേശങ്ങൾ അടക്കമുള്ള ഇടങ്ങളിലും വലിയ മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. എന്തായാലും രാവിലത്തെ ഈ തോർന്നു നിൽക്കുന്ന അന്തരീക്ഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉച്ചതോടെ വീണ്ടും മഴ ഉണ്ടായേക്കാമെന്ന ഒരു പ്രവചനങ്ങൾ തന്നെയാണുള്ളത്. ഇന്നലെ കനത്ത മഴ പെയ്തപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി വീടുകളിലും മറ്റും വെള്ളം കയറി. ഈ ഇടിമിന്നലിൽ ചെറിയ നാശനഷ്ടങ്ങൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുക്കം, കൂടരഞ്ഞി, താമരശ്ശേരി പോലുള്ള ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തിയിരിക്കുകയാണ്. വലിയ നാശനഷ്ടം ഈ മഴയിൽ ഉണ്ടായില്ല എന്നതാണ് ഇതുവരെയുള്ള ആശ്വാസം. ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നതും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇടവിട്ട മഴ ചെറിയ രീതിയിൽ പെയ്താൽ വലിയ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ തുടർച്ചയായ അതിതീവ്ര മഴ പെയ്യുമ്പോഴാണ് പലപ്പോഴും മലയോര മേഖലകളടക്കം ഒരു ഭീതിയുടെ മേഖലയിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നേരിടുന്ന വിഷയമാണ്. ഇപ്പോൾ കാര്യമായ മഴ ജില്ലയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അത് ആശ്വാസകരമാണെങ്കിൽ പോലും നമ്മുടെ ജാഗ്രത തുടരേണ്ടതുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട്. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. മലയോര മേഖലയിലും തീരപ്രദേശത്തുള്ളവരുമൊക്കെ പ്രത്യേകിച്ച് മഴയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു കുറഞ്ഞ സമയത്തിനകം വളരെ ശക്തമായ മഴ പെയ്യുക എന്നൊക്കെ പറയുമ്പോഴാണ് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മഴയെ അല്പം ഒരു ജാഗ്രതയോടെ തന്നെ കാണുക. ഇനി 24-ാം തീയതി വരെ ഈ മഴ നീണ്ടു നിൽക്കും. 24-ന് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 24-ാം തീയതി കാലവർഷം എത്തും. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേരത്തെ കാലവർഷം എത്തുന്ന കാര്യമാണ്